അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മൾ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ പോകണം. നമ്മളൊരു ചെറിയൊരു ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു വെളുത്തുള്ളി, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തോ. നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം രണ്ടും തന്നെ. അതിനുശേഷം കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എടുക്കുക. അതും ചെറുതായിട്ട് ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്താണ് കൊടുക്കുക. അതിനുശേഷം ഒരു ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നൈസായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മുട്ട കേട്ടോ, മുട്ട പൊട്ടിച്ചിട്ട് ഗ്ലാസ്സിൽ അങ്ങോട്ട് ഒഴിക്കുക. അതിന് നന്നായിട്ട് ഒരു സ്പൂണിട്ട് നല്ല അടിച്ച് ഓംലേറ്റിന് റെഡിയാക്കണ പോലെ അങ്ങോട്ട് റെഡിയാക്കി ഒരു സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒരു കാൽ ഗ്ലാസ് കോൺഫ്ലവർ എടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാല് പോലെ പരുവാക്കണം. വീഡിയോയിൽ കാണുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അങ്ങോട്ട് സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം ഒരു 250 ഗ്രാം ചിക്കനാണ് എടുക്കേണ്ടത്. ആ ചിക്കന് നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ടല്ലോ, കത്തി കൊണ്ടൊന്ന് വരിക. അതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അതിന് ശേഷം 2 ടീസ്പൂണ് ഇഞ്ചി, 2 ടീസ്പൂണ് വെളുത്തുള്ളി, അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് കൂടെ ഇട്ടിട്ട് ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിക്കണേ. ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അങ്ങോട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം നമ്മുടെ ചിക്കനെ മാത്രം നമ്മൾ പുറത്തോട്ട് അങ്ങോട്ട് എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാകും. അതിന് നമ്മൾ കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ടേ ചെറിയ പീസാക്കി മാറ്റണം. ഇത് കണ്ടോ, വെന്തതിന് ശേഷം ഇതുണ്ടാവും സീൻ കണ്ടോ. അതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് രണ്ടാമത് ഇട്ട് കൊടുക്കുക. വെള്ളത്തിലോട്ട് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂണ് സോയ, 1 ടീസ്പൂണ് ചില്ലി സോസ് കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോർ കുറേശ്ശെ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഒഴിച്ചിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മുട്ട അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് ഇളക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. കുടിക്കാൻ പോകണം മോൾട്ടി. നല്ല ചൂടുണ്ടല്ലേ മോൾട്ടി? സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഇഷ്ടമായ നമ്മളില്ല അണ്ടില്ല ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഇല്ലേ, അവിടെ പോയി കുടിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതുപോലത്തെ ഉണ്ടോ? റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. ബൈ ബൈ. ബട്ടൺ. ഓക്കെ.